ഇന്ന് UDF കൺവീനർ സാക്ഷാൽ അടൂർ പ്രകാശിന് മുമ്പിൽ മൈക്കുമായി നിന്ന മാധ്യമപ്രവർത്തകൻ, ഞങ്ങളുടെ പ്രതിനിധി കൈരളി ന്യൂസിൻ്റെ KT സ്വാലിഹ്, എന്തായിരുന്നു നമ്മുടെ ചോദ്യം? എന്തായിരുന്നു അടൂർ പ്രകാശ് പറഞ്ഞ മറുപടി? അതിൽ എവിടെയൊക്കെയാണ് വ്യക്തതക്കുറവ്? എവിടെയൊക്കെയാണ് നേരത്തെ നിലമ്പൂരിലും പാലക്കാടും എടുത്ത ജമാഅത്തെ ഇസ്ലാമി SDPI സഖ്യത്തിൻ്റെ തുടർച്ചയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ? KT സ്വാലിഹ്. അജിംഷാദ്, ഇന്ന് മലപ്പുറം ജില്ലാ കൺവെൻഷൻ നടക്കുകയായിരുന്നു. UDFൻ്റെ കൺവെൻഷൻ, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള ഒരുക്കങ്ങൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും അതിന് പ്രവർത്തകരെ ഊർജ്ജപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള അവരുടെ സംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് UDFൻ്റെ. അത് ഉദ്ഘാടനത്തിനാണ് അടൂർ പ്രകാശ്, UDF കൺവീനർ, ഇന്ന് ഇവിടെ എത്തിയിരുന്നത്. അദ്ദേഹത്തോട് പ്രധാനമായും ഈ ഒരു ചോദ്യം ഉന്നയിക്കാനുണ്ടായ ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന സോളിഡാരിറ്റിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ്. അവർ മൗദൂദിയുടെ മതരാഷ്ട്ര ആശയങ്ങൾ സജീവമായി പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടെയാണ് ഇത് വീണ്ടും ഈ വിഷയം ഒരു ചർച്ചയിലേക്ക് വരുന്നത്. ഇക്കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എല്ലാവരെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് UDFൻ്റെ നയം എന്നായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളെല്ലാം നേതാക്കൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന് വീണ്ടും മറുപടി പറയേണ്ടതില്ല. NSSഉം SDPI പോലുള്ള സംഘടനകൾ UDFിൽ നിന്ന് അകന്നത് ഇത്തരത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള സഖ്യത്തെ തുടർന്നല്ലേ, സഹകരണത്തെ തുടർന്നല്ലേ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് തെറ്റിദ്ധാരണ മാത്രമാണ്. അങ്ങനെ ഒരു അകൽച്ച NSSുമായോ അല്ലെങ്കിൽ SNDPയുമായോ UDFിനില്ല എന്ന വിശദീകരണമാണ് UDF കൺവീനർ ഇന്ന് നൽകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള സഖ്യം നേരത്തെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടിരുന്നെങ്കിലും കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്താണ് ഇത് പരസ്യമായി ഒരു UDF സഹകരണത്തിലേക്ക് ഇത് മാറുന്നത്. ഇതിൻ്റെ പിന്നിൽ കൃത്യമായി മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു, ഇടപെടൽ കൂടി ഉണ്ടായിരുന്നു. ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷം നേരത്തെ നമുക്ക് മലബാറിലൊക്കെ നേരത്തെ കാണാൻ കഴിഞ്ഞിരുന്നത് സൈദ്ധാന്തികമായി തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ എതിർത്ത് നിന്നിരുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പക്ഷേ അതിൽ നിന്ന് മാറ്റമുണ്ടാവുകയും എങ്ങനെയെങ്കിലും ഈ അധികാരം നിലനിർത്തുക, ഇപ്പോൾ പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ പരമാവധി സീറ്റുകൾ ഉണ്ടാക്കുക എന്നത് ശരിയാണ്. കാരണം അടിതെറ്റി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ കോൺഗ്രസ് കയറി പിടിക്കുന്ന തുരുമ്പുകളാണ്. പക്ഷേ അത് എത്രത്തോളം ധാർമ്മികമായി ശരിയാണ് എന്നുള്ളതാണ്.